സുഹൃത്തുക്കളെ തട്ടി മാറ്റി പോലെ ഏകദേശം 2-3 മിനിറ്റുള്ള ഒരു ഓൺ വോയിസ് ആണ് ഇത്. പല ഡ്രൈവർമാർക്കും അറിയാം, പക്ഷെ ഡ്രൈവർമാരെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. ഞാനൊരു ഡ്രൈവറാണ്, നാട്ടിൽ നാഷണൽ പെർമിറ്റ് ലോറിയിലും അതുപോലെ തന്നെ ബസ്സിലൊക്കെ ഡ്രൈവറായി പോയ സമയത്തുണ്ടായ കുറച്ച് അനുഭവങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. 2-3 ദിവസമായിട്ട് എനിക്ക് ഓരോ ആളുകളും ഒരു വീഡിയോ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അതായത് ചുരം എങ്ങനെ കയറി പോകുന്ന സമയത്ത് ഫ്രണ്ടിൽ ഒരു കാറ് ബ്രേക്ക് ചവിട്ടാൻ ഇടയായി, മീൻസ് ബ്ലോക്ക് കാരണം. പക്ഷെ ആ കാറുകാരൻ ഇതിന് മുന്നെന്തോ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചില ലോറി നമ്മൾ കയറി കഴിഞ്ഞ് മുകളിലെത്തുന്ന സമയത്ത് ബ്രേക്ക് ചവിട്ടിയിട്ട് എപ്പോഴും നിന്നോളണം എന്നില്ല. ഇപ്പം നമ്മൾ ചെങ്കലിൻ്റെ ലോറിയൊക്കെ എന്ന് പറഞ്ഞാൽ നിസാനൊക്കെ ഉണ്ടല്ലോ, കയറ്റം കയറുന്ന സമയത്ത് നിങ്ങൾ അങ്ങനത്തെ ഈ ലോഡും വരുന്ന വണ്ടി ചിലപ്പോൾ പുതിയ ചെക്കന്മാരൊക്കെ ആയിരിക്കും, 19-20 വയസ്സുള്ള ചെക്കന്മാർ. അവർക്ക് അറിയില്ല ഇതിൻ്റെ പ്രയാസം. ചിലപ്പോൾ കാണാൻ ചുരത്തിൻ്റെ മുകളിൽ റോങ് സൈഡിലൊക്കെ ലോറി കയറ്റുന്നത്. അതെന്തുകൊണ്ടാണ്? ഇത്രയും ലോഡ് വെച്ച് വരുമ്പോൾ ഐ ഗിയറിൻ്റെ മുകളിൽ വേറൊരു ഗിയറുണ്ട്, പവർ ഗിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗിയർ. അപ്പോൾ ഈ ഗിയറിലേക്ക് ഇട്ടിട്ട് അത്രയും സ്ലോയിലായിരിക്കും ആ ലോറി റോങ് സൈഡിലൂടെ കയറുന്നത്. കാരണം ഒറ്റയടിക്ക് ഒടിച്ച് കിട്ടാത്തത് കൊണ്ട് വണ്ടി നിർത്തിയിട്ട് ബാക്ക് അടിച്ച് രണ്ടാമത് കയറൽ ഭയങ്കര പ്രയാസമാണ്. കാരണം അപ്പോൾ അതുപോലെ ഞാൻ ആരെങ്കിലും പുതിയ ചെക്കന്മാരൊക്കെ എൻ്റെ കൺമുമ്പിൽ ഞാൻ ഒരുപാട് അനുഭവങ്ങൾ ഇതിന് മുന്നേ നാട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അന്നൊന്നും സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് അല്ല. അപ്പോൾ നമ്മളെ എന്താ പറയുക 19-20-22 വയസ്സുള്ള ചെക്കന്മാരൊക്കെ ഇതുപോലെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ചുരത്തിലൊക്കെ ലോറിക്കാരെ കാണുമ്പോൾ പ്ലീസ് നിങ്ങൾ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യും. കാരണം ഡ്രൈവർമാരെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് വ്യക്തികളുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളും ചിലപ്പോൾ ഉണ്ടായേക്കാം. നല്ല ഡ്രൈവർമാരുണ്ട്, അതുപോലെ എല്ലാ മേഖലയിലും ഉണ്ട് നല്ല ആൾക്കാരും മോശപ്പെട്ടവരും. ചില ഡ്രൈവർമാരൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല അങ്ങനെ പറഞ്ഞ ഡ്രൈവർമാരെ എനിക്കറിയാം. അപ്പം നിങ്ങൾ എന്താ ചെയ്യുക, അതുപോലെ ചുരമൊക്കെ കയറി ചുരത്തിൽ പ്രത്യേകിച്ച് വയനാട് നാടുകാണി ചുരം, അതേപോലെ ഗുജറാത്തിലൊരു ചുരമുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ എത്തുന്ന സമയത്ത് എന്താക്കുക, അവർ വരികയാണെങ്കിൽ അവർ റോങ് സൈഡ് കയറി വരികയാണെങ്കിൽ വണ്ടി നിർത്തിയിട്ട് തെറിപ്പറച്ചിലും കല്ലെടുത്തെറിയലും അടിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ വേഗം ചവിട്ടി കൊടുക്കുക. എന്തോ ഒരു അപകട സൂചന ഉള്ളത് കൊണ്ടാണ് അത്തരം ബുദ്ധിമുട്ടിട്ട്. കാരണം ചിലപ്പോൾ ലോഡൊക്കെ കയറ്റിയിട്ട് 4-5 ദിവസമായിട്ടായിരിക്കും അവർ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത്. അപ്പോൾ അത്രയും ടയേർഡായിരിക്കും, ഉറങ്ങാനും പറ്റത്തില്ല. ചെക്ക് പോസ്റ്റിലെ ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് കർണാടക ഡിസ്ട്രിക്റ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും പോലീസുകാർ നിർത്തിയിട്ട് തൊട്ടുകൊടുറാ ചിലവർ കന്നഡ പറയും, ചിലവർ നമ്മൾ കേരളക്കാരാന്ന് പറഞ്ഞാൽ ഒരു തമിഴ് പറയും. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട കർണാടക സൈറ്റിലാണ്. കാരണം മുക്കില് യൂണിഫോമും ഇല്ലാത്ത പോലീസുകാർ. അപ്പം എന്താ പറയുക, എത്ര നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം മാക്സിമം എന്താക്കുക, വലിയ വണ്ടിക്കാർ വരുന്ന സമയത്ത് നിങ്ങൾ എന്താക്കുക, ഒന്ന് റെസ്പെക്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾ അവരെ എന്താ പറയുക അടുത്തോട്ട് പോയി പറയണമെന്നില്ല, ജസ്റ്റ് ഒന്ന് സൈഡ് കൊടുത്താൽ മതി. കാരണം അവർ ലോഡും കൊണ്ട് വരുന്ന വണ്ടിയാണ്. കാരണം ലോറി ഓടിക്കുന്ന അത് അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ.